ഞാനിപ്പോൾ പേരൂർക്കട ഊളമ്പാറ റോഡിലാണുള്ളത്. ആ റോഡിലെ വെള്ളക്കെട്ട് നമുക്ക് നോക്കിയാൽ അറിയാം. സ്കൂട്ടർ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഇതുവഴി കടന്നു പോകാൻ. കുഴികളുണ്ടോ അല്ലെങ്കിൽ ഈ ഓടയുടെ ചെറിയ സ്ലാബുകളുണ്ടോ എന്ന് പോലും കാണാൻ കഴിയാത്ത രീതിയിലാണ് ഇവിടെ വെള്ളക്കെട്ടുള്ളത്. വെള്ളമെല്ലാം ഒഴുകി ഓടയിലേക്കാണ് ഇറങ്ങുന്നത്. ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന നഗരത്തെ സംബന്ധിച്ച് നമുക്കറിയാം, അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഓടയിൽ വെള്ളം നിറയുമ്പോൾ തീർച്ചയായും പണികൾ മുടങ്ങും. കാരണം ഓടയിൽ ഇപ്പോൾ ഏതാണ്ട് വെള്ളം നിറയുന്ന ഒരു ഘട്ടത്തിലേക്കെത്തി. അത്തരത്തിൽ അവരോട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇനി വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് അടിച്ച് കളയാതെ പണി തുടരാനാവില്ലെന്നാണ്. ഇത് പേരൂർക്കട നഗരത്തിലെ ദൃശ്യങ്ങളാണ്. രാവിലെ മഴ ഒഴിഞ്ഞു നിന്നപ്പോൾ വെള്ളക്കെട്ട് നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടില്ലായിരുന്നു. പിന്നീട് അക്ഷയ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജഗതി ഭാഗങ്ങളിൽ വെള്ളം ഇറങ്ങിയിരുന്നു. നഗരത്തിൽ പെയ്യുന്ന മഴ വലിയ രീതിയിൽ ഈ ഇന്നലെ കണ്ട ജഗതി ബണ്ട് മേഖലയിൽ നിന്നും ഈ പറയുന്ന കാരക്കാട് മേഖലയിൽ നിന്നും വെള്ളക്കെട്ടിന് കാരണമാകില്ലെന്ന് അവർ തന്നെ പറഞ്ഞിരുന്നു. ഇന്നലെ അരുവിക്കര ഡാമിലെ ഷട്ടർ തുറന്നു വിട്ടതാണ് ജഗതി ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളക്കെട്ടുണ്ടാക്കിയത്. രാവിലെ നമ്മളവിടെ പോയപ്പോൾ വെള്ളക്കെട്ടെല്ലാം മാറിയെങ്കിൽ പോലും ചെളി നിറഞ്ഞ വീടുകളും ചെളി നിറഞ്ഞ നിരത്തുകളുമാണ് കാണാൻ കഴിഞ്ഞത്. ഇനി അത് വൃത്തിയാക്കുന്ന ജോലിയിലായിരുന്നു ആൾക്കാർ. ഇപ്പോൾ പെയ്യുന്ന മഴ അത് കാര്യങ്ങൾ ഒരു പരിധിവരെയെങ്കിലും പ്രശ്നത്തിലേക്ക് നയിക്കാം, ഈ ഉൾപ്രദേശങ്ങളിലേക്ക്. എന്തായാലും നഗരത്തിൽ അതിശക്തമായ മഴയാണ് നിലവിലുള്ളത്. റോഡുകളിൽ വെള്ളക്കെട്ടുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്കും ഈ സൈഡിലൂടെ ഡിവൈഡറിലൂടെ പോകുന്നവരുടെ ദേഹത്തേക്ക് വെള്ളം തെറിക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നടന്നു പോകാൻ തന്നെ. അത്തരത്തിൽ വലിയ വെള്ളക്കെട്ടാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. രാവിലെ ഒഴിഞ്ഞു മാറി നിന്ന മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് അക്ഷയ. അതെ, തലസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഴയ്ക്ക് അതിരാവിലെ കുറച്ച് ശമനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴിതാ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം.